നമസ്കാരം. ഡെൻമാർക്കിനെതിരെ അമേരിക്കൻ യുദ്ധം. ഗ്രീൻലാൻഡിനെ കത്തിക്കുവാൻ ട്രംപ് തയ്യാറെടുക്കുന്നു. സത്യത്തിൽ ഡെൻമാർക്കിനെ വിരട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ഒരൊറ്റ ലക്ഷ്യമാണ് ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുക എന്നുള്ളത്. അവിടെ അദ്ദേഹം നാറ്റോ തകരുന്നെങ്കിൽ തകരട്ടെ എന്നാണ് പറയുന്നത്. ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനമാണത്. നാറ്റോയുടെ തലവനായിട്ടുള്ള മാർക്ക് റൂട്ടെ അടക്കം ആർട്ടിക് സുരക്ഷ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടും രക്ഷയില്ല. ഇവിടെ പ്രതിസന്ധിയിലായി പോകുന്നത് നാറ്റോ സഖ്യമാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലാൻഡ്, ആ ഗ്രീൻലാൻഡിനെ നിയന്ത്രിക്കുവാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം എന്ന് പറയപ്പെടുന്ന പാശ്ചാത്യ പ്രതിരോധ സഖ്യമായിട്ടുള്ള നാറ്റോയെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കുവാനുള്ള സാധ്യത പോലും ട്രംപ് തള്ളിക്കളയാത്തതാണ് സഖ്യകക്ഷികളെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. അദ്ദേഹം പറയുന്നത് എത്രയേ ഉള്ളൂ, ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞാൽ അത് US-ൻ്റെതാണ്. ആർട്ടിക് മേഖലയിൽ ചൈനയുടെയും റഷ്യയുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനം തടയുവാൻ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് എന്ന് ട്രംപ് വാദിക്കുന്നു. സൈനിക ശക്തി ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമോ എന്ന ചോദ്യത്തിന് ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു വഴി അത് തന്നെയായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അതായത് ഒരു യുദ്ധത്തിന് എപ്പോഴും തയ്യാറാണ് അമേരിക്ക. അപ്പോൾ ഡെൻമാർക്കിന്റെ വളരെ കൃത്യമായിട്ടുള്ള യുദ്ധം നടത്തി ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് ട്രംപ് തുനിഞ്ഞിറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നീക്കം എന്ന് പറയപ്പെടുന്നത് നാറ്റോ സഖ്യത്തെ തകർക്കില്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ട്രംപിന്റെ ഉത്തരം എന്ന് പറയപ്പെടുന്നത് അത് ബാധിക്കുമെങ്കിൽ ബാധിക്കട്ടെ എന്നാണ്. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയാണ് കൂടുതൽ ആവശ്യമെന്ന് കൂടി ട്രംപ് തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡിന്റെ പ്രതിരോധം കേവലം 2 നായവണ്ടികൾ മാത്രമാണ് എന്നും, എന്നാൽ റഷ്യയും ചൈനീസ് അന്തർവാഹിനികൾ അവിടെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്നുള്ളത് ആണ് ട്രംപ് അതിലൂടെ ഒരു പരിഹാസ രൂപേണ ഈ നായവണ്ടികൾ എന്ന രീതിയിൽ അത്തരത്തിലുള്ള വാദകങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഗ്രീൻലാൻഡിന് പ്രതിരോധം തീർക്കുന്ന 2 പേരെന്ന് പറയപ്പെടുന്നത് അത് റഷ്യയും ചൈനയുമാണ്. ആ റഷ്യയും ചൈനയും നായവണ്ടികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുവാൻ ശ്രമിക്കുന്ന ട്രംപിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ട്രംപ് പൂർണ്ണമായിട്ടും അഹങ്കാരത്തിലേക്ക് കുതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഗ്രീൻലാൻഡ് വിട്ടു നൽകില്ല എന്ന് ഡാനിഷിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മെറ്റെ ഫ്രെഡറിക്സൺ വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒരു നാറ്റോ സഖ്യകക്ഷിയെ അമേരിക്ക സൈനികമായിട്ട് ആക്രമിച്ചാൽ അത് നാറ്റോയുടെയും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകക്രമത്തിന്റെയും അന്ത്യമായിരിക്കുമെന്ന് ഡെൻമാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ തങ്ങളൊരു ജനാധിപത്യ സമൂഹമാണ് എന്നും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രിയായിട്ടുള്ള ജെൻസ് ഫ്രെഡറിക് നീൽസൺ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ട്രംപിനെതിരെ നീക്കം അനിവാര്യതയാണ്. ഡെൻമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ സൈനികമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകക്രമത്തിന്റെ ഈ അന്ത്യമായിരിക്കുമെന്നുള്ള സൂചന നൽകുന്നുണ്ട് എങ്കിൽ അമേരിക്ക വളരെ കൃത്യമായി സൂക്ഷിച്ചിരിക്കുക. അവർക്ക് ചുറ്റും, അതായത് ഗ്രീൻലാൻഡിനും ഡെൻമാർക്കിനും സഹായകരമായി പ്രവർത്തിക്കുന്ന റഷ്യയും ചൈനയും അതിന് തൊട്ടടുത്തുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പ്രതികരണങ്ങൾ എന്ന് പറയപ്പെടുന്ന താങ്ങാൻ പറ്റില്ല അമേരിക്കയ്ക്ക് എന്ന് ട്രംപ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളിൽ യുദ്ധമില്ലാതെ പോവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പക്ഷെ അതിന് തയ്യാറാകാതെ യുദ്ധമെങ്കിൽ യുദ്ധം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ട്രംപിനെ അനുനയിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നാറ്റോ തലവൻ മാർക്ക് റൂട്ടെ ആർട്ടിക് സുരക്ഷയ്ക്ക് ഇപ്പോൾ മുൻഗണന നൽകിയിരിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ട്രംപിന്റെ ആശങ്കകൾ പരിഹരിക്കുവാനുള്ള ഒരു നീക്കമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് പോലും. അതായത് ആർട്ടിക് മേഖലയിൽ റഷ്യയും ചൈനയും കൂടുതൽ സജീവമാകാൻ സാധ്യതയുള്ളതിനാൽ അതുകൊണ്ട് നമ്മുടെ നാറ്റോ സഖ്യം ഒന്നിച്ചു നിൽക്കണമെന്ന് റൂട്ടെ ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിൽ ട്രംപ് എടുത്ത നിലപാടുകളെ റൂട്ടെ പ്രശംസിക്കുകയും ചെയ്യുമ്പോഴും എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അനുനയിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ യാത്ര. പക്ഷെ അതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതേ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇവരുൾപ്പെടെയുള്ള 6 പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗ്രീൻലാൻഡിലെ ധാതു സമ്പത്തിലും ട്രംപിന് വളരെയധികം കണ്ണുണ്ട് എന്ന് സ്വീഡൻ അടക്കം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്വീഡന്റെ ആസ്തികളിലും ട്രംപ് നാളെ കണ്ണുവച്ചേക്കാമെന്ന ഭീതി സ്വീഡിഷ് ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള എബ്ബ ബുഷ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രീൻലാൻഡിനുമേലുള്ള അമേരിക്കയുടെ അവകാശവാദം നാറ്റോ എന്ന 32 രാഷ്ട്രങ്ങളുടെ സൈനിക സഖ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ വെനസ്വേലയിലെ നിക്കോളസ് മഡൂറയെ ഏത് തരത്തിലാണ് തുറങ്കലിലാക്കിയത് അല്ലെങ്കിൽ തടവിലാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഡെൻമാർക്കിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് സ്വന്തമാക്കുവാനുള്ള വല്ലാത്ത അബദ്ധജടിലമായ ധാരണയിലേക്ക് ട്രംപ് എത്തപ്പെടുന്നു എന്നത് നമ്മൾ കാണുന്നതാണ്. മാത്രമല്ല
ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ തടവിലാക്കുന്നതിനും തടങ്കലിലാക്കുന്നതിനുമുള്ള വല്ലാത്ത ഒരു ലക്ഷ്യത്തിലേക്ക് ട്രംപ് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുക, മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള കുതിരക്കച്ചവടം നടത്തുക, അവർക്ക് മേൽ അധിക്ഷേപം ചെയ്യുക, അവരെ പിടിച്ചടക്കാൻ ശ്രമിക്കുക, അവർക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിടുക എന്നുള്ളത് നാറ്റോ പോലുള്ള രാഷ്ട്രങ്ങൾക്ക്, അല്ലെങ്കിൽ നാറ്റോ പോലുള്ള സൈനിക ശക്തികൾക്ക്, നാറ്റോ എന്ന് പറയപ്പെടുന്ന 32 രാഷ്ട്രങ്ങളുടെ സൈനിക സഖ്യത്തിന് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് അമേരിക്ക എത്തുന്നു എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇത് മാത്രമല്ല, അതേസമയം ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പലതും കാണിക്കുന്നുണ്ട്. വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് താനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയെ നമുക്ക് കാണേണ്ടി വരുന്നു. അത് അദ്ദേഹത്തിന്റെ തന്നെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നത്. അതായത് വെനസ്വേലയുടെ താൽക്കാലിക പ്രസിഡന്റ് എന്ന വിശേഷണം ചേർത്ത് തന്റെ ഔദ്യോഗിക ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അമേരിക്കയുടെ 45ാമത്തെയും 47ാമത്തെയും പ്രസിഡന്റ് എന്നതിനൊപ്പം വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ജനുവരി 2026 മുതൽ എന്ന പുതിയ സ്ഥാനപ്പേരും ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നയതന്ത്ര മര്യാദകൾക്കും നിരക്കാത്തതാണ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നടപടികളെന്ന് ചില കേന്ദ്രങ്ങളടക്കം വിമർശിക്കുമ്പോഴും വെനസ്വേലയിലെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുവാനുള്ള ശക്തമായ നീക്കമായാണ് ട്രംപ് അനുകൂലികൾ ഇതിനെ കാണുന്നത് എന്ന് പറയപ്പെടുന്നു. ട്രംപിന്റെ ഈ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിലും ലാറ്റിൻ അമേരിക്കൻ മേഖലയിലുമൊക്കെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇനിയുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ട മന്ദബുദ്ധിത്തരം പറയുന്ന ട്രംപിന്റെ മണ്ടൻ പ്രയോഗങ്ങൾ എന്ന് പറയപ്പെടുന്നത് ചിലപ്പോൾ ഒരു ലോകമഹായുദ്ധത്തിന്റെ സാധ്യതകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അവിടെ ട്രംപിന്റെ പിടിവാശിയാണ് ഇതിനെല്ലാം കാരണമായി തീരുന്നത്. ട്രംപിന്റെ യുദ്ധത്തിലേക്കുള്ള യുദ്ധക്കൊതി എന്ന് പറയപ്പെടുന്ന ആ രാജ്യത്തെ മാത്രമല്ല, അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന പല രാജ്യങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, 2ാം ലോക മഹായുദ്ധത്തിന്റെയും 3ാം ലോക മഹായുദ്ധത്തിന്റെയും ഭീകരതകൾ പേറുന്ന ഒരു വലിയ രാഷ്ട്രങ്ങൾ നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക്, ഒരു ലോകമഹായുദ്ധത്തിലേക്ക്, അതും ഇത്രത്തോളം ആണവശേഷിയും ആയുധശേഷിയും ഒക്കെ ഉണ്ടാക്കിയെടുത്ത പുതുയുഗത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ലോകം തന്നെ ഇല്ലാതാകുന്ന തരത്തിലേക്ക് എത്തപ്പെടും. അതിന് കാരണഭൂതനാകാൻ പോകുന്നത് ട്രംപ് ആയിരിക്കുമെന്ന് മാത്രം.